എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 2 ശ്ലോകം 71. വിഹായ കാമാന്യ സർവാൻ പുമാംശ്ചരതി നിസ്പൃഹഃ നിർമ്മമോ നിരഹങ്കാരഃ സശാന്തിമധിഗച്ഛതി. ഏതൊരു മനുഷ്യനാണോ സകല കാമങ്ങളെയും ആഗ്രഹങ്ങളെയും ഉപേക്ഷിച്ച് മമതയില്ലാത്തവനായും അഹങ്കാരമില്ലാത്തവനായും ജീവിക്കുന്നത്, അവനാണ് യഥാർത്ഥ ശാന്തിയെ പ്രാപിക്കുന്നത്. ഒടുവിൽ ഒരു കാതറ്റ സൂചി പോലും കൂടെ വരില്ലെന്ന് ലോകത്തെ പഠിപ്പിച്ച ആ മഹാജ്ഞാനി, ജീവിതം ഒരു ലീലയായി കണ്ട ആ മഹാസിദ്ധൻ തൻ്റെ അവസാന നിമിഷങ്ങൾ ചെലവഴിച്ചത് തിരുവറ്റിയൂരിലെ കടൽപ്പുറത്തായിരുന്നു. അവിടെയുള്ള ഇടയ ബാലന്മാരോടൊപ്പം ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അദ്ദേഹം കളികളിൽ ഏർപ്പെട്ടു. തന്നെ ഒരു കുഴിയിലിട്ട് മൂടാൻ അദ്ദേഹം കുഞ്ഞുങ്ങളോട് ആവശ്യപ്പെട്ടു. അവർ ഒരു കുഴിയിൽ മൂടുമ്പോൾ മറ്റൊന്നതിലൂടെ അത്ഭുതകരമായി പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ആ കുഞ്ഞുങ്ങളെ രസിപ്പിച്ചു. എന്നാൽ ആത്മീയമായ ആ ലീലയുടെ അന്ത്യം കുറിച്ചുകൊണ്ടാണ് അദ്ദേഹം മൂന്നാമതൊരു കുഴിയിലേക്ക് ഇറങ്ങിയത്. കുഞ്ഞുങ്ങൾ മണ്ണും ചെടികളും കൊണ്ടും കുഴി മൂടി. ഏറെ നേരം കഴിഞ്ഞും തന്റെ ഗുരുനാഥൻ പുറത്തു വരാഞ്ഞത് കണ്ട് പരിഭ്രാന്തരായ കുഞ്ഞുങ്ങൾ മണ്ണ് നീക്കി നോക്കിയപ്പോൾ അവിടെ ദർശിച്ചത് ഒരു പുണ്യമായ ശിവലിംഗം മാത്രമായിരുന്നു. പട്ടിണത്താർ എന്ന ഭൗതിക രൂപം വെണ്ണീറായി മാറുകയും ആ പാവന ജ്ഞാനം ഒരു ശിവലിംഗമായി അവിടെ ഉറയ്ക്കുകയും ചെയ്തു. താൻ തേടിയ പരമസത്യത്തിൽ അദ്ദേഹം എന്നേക്കുമായി അലിഞ്ഞു ചേർന്നു. കോടീശ്വരനായി ജനിച്ചു, ഭിക്ഷാടകനായി ജീവിച്ചു, ഒടുവിൽ ജ്ഞാനിയായി മറഞ്ഞ പട്ടിണത്താരുടെ ജീവിതം നമ്മോട് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. ഈ ലോകത്ത് നാം മുറുകെ പിടിക്കുന്നത് ഒന്നും നമ്മുടേതല്ല എന്ന സത്യം. ആ പരമാത്മാവിന്റെ ലീലകൾ മാത്രമാണ് എല്ലാം. ശൈവ ഭക്തി സാഹിത്യത്തിലെ അനർഘരത്നമായ 11ാം തിരുമുറയുടെ രചയിതാക്കളിൽ പ്രമുഖനാണ് തിരുവെങ്കാട്ട് അടികൾ എന്ന പട്ടിണത്താർ. ഐശ്വര്യത്തിന്റെ കൊടുമുടിയിൽ നിന്ന് പരിത്യാഗത്തിന്റെ ചാരത്തിലേക്ക് ഇറങ്ങി നടന്ന ആ മഹാത്മാവ് ജീവിതത്തിന്റെ 2 വിപരീത ധ്രുവങ്ങളെയും ഒരുപോലെ ദർശിച്ച ജ്ഞാനിയാണ്. 9ാം നൂറ്റാണ്ടിന്റെ അന്ത്യപാദങ്ങളിൽ ജീവിച്ചിരുന്ന അദ്ദേഹം സാധാരണ മനുഷ്യർ ഭയപ്പെടുന്നതോ അവഗണിക്കുന്നതോ ആയ നശ്വരതയുടെ സത്യങ്ങളെ തന്റെ വരികളിലൂടെ ലോകത്തിന് മുന്നിൽ തുറന്നു വെച്ചു കൊടുത്തു. അതിസമ്പന്നനായ വ്യാപാരിയിൽ നിന്നും ഭിക്ഷാപാത്രമേന്തിയ സന്യാസിയിലേക്കുള്ള അദ്ദേഹത്തിന്റെ മാറ്റം വെറും ഒരു വേഷമാറ്റമായിരുന്നില്ല, മറിച്ച് ആത്മീയമായ ഒരു ഉണർവായിരുന്നു. നമുക്ക് പട്ടിണത്താരുടെ ജീവിത ദർശനത്തിലേക്ക് കടക്കാം. ലൗകിക ജീവിതത്തിൽ ലാഭനഷ്ടങ്ങളുടെ മായ കണ്ണാടിയിൽ നോക്കി വഴിതെറ്റിപ്പോകരുത്. ഈ ലോകം നശ്വരമാണെന്നും നേട്ടങ്ങളും കോട്ടങ്ങളും വെറും നിഴൽ ചിത്രങ്ങൾ മാത്രമാണെന്നും തിരിച്ചറിയുക. പരമമായ ആ സത്യത്തെ ഹൃദയത്തിലേറ്റുക. ആ നാമങ്ങളെ സ്തുതിച്ചുകൊണ്ട് ആനന്ദത്തിന്റെ അനന്തതയിൽ ഓരോ നിമിഷവും ജീവിച്ചു തീർക്കുക. പട്ടിണത്താരുടെ വരികൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒന്നേയുള്ളൂ: ഒടുവിൽ കൈമുതലായി ഉണ്ടാവുക നാം ആർജിച്ച ധനമല്ല, മറിച്ച് നാം അനുഭവിച്ചറിഞ്ഞ ആത്മീയ സത്യങ്ങൾ മാത്രമാണ്. പൂമ്പുഹാറിന്റെ മണ്ണിലെ പുണ്യോദയമായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. ചോള രാജവംശത്തിന്റെ ഐശ്വര്യം തുളുമ്പി നിന്ന തുറമുഖ നഗരമായിരുന്നു കാവേരി പൂമ്പട്ടണം എന്ന പൂമ്പുഹാർ. പുണ്യനദിയായ കാവേരിയുടെ സമുദ്ര നീലമപ്പുക്കളെ പുണരുന്ന ഈ തീരം അന്ന് ലോക വാണിജ്യത്തിന്റെ സിരാകേന്ദ്രമായിരുന്നു. കപ്പലുകൾ വന്നിറങ്ങുന്ന പായപ്പടലുകളും വ്യാപാരികളുടെ തിരക്കം നിറഞ്ഞ ആ നഗരത്തിൽ കുബേര തുല്യരായ നിരവധി ധനികർ വ്യാപാരികൾ വസിച്ചു വന്നിരുന്നു. അത്തരത്തിൽ അതിസമ്പന്നനും എന്നാൽ വിനയത്തിന്റെ പര്യായവുമായിരുന്ന ശിവനേയർ, ഐശ്വര്യത്തിന്റെ അധിപനായ കുബേരനെ പോലും ആ പദവിയിൽ വാഴിച്ച പരമശിവന്റെ കാൽക്കൽ തന്റെ സർവസ്വവും അർപ്പിച്ച മഹാനായ ഭക്തനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് തുണയായി സാധ്വിയായ ജ്ഞാനകല എന്ന പത്നിയും ഉണ്ടായിരുന്നു. സന്താന സൗഭാഗ്യത്തിനായി ആ ദമ്പതികൾ അനുഷ്ഠിച്ച കഠിനമായ തപസ്സിനും പ്രാർത്ഥനയ്ക്കും ഒടുവിൽ
പരമശിവന്റെ അനുഗ്രഹത്താൽ അവർക്കൊരു കുഞ്ഞ് ജനിച്ചു, ഒരു ആൺകുഞ്ഞ്. തിരുവെങ്കാട് എന്ന പുണ്യഭൂമിയിൽ വെച്ച് ജനിച്ച ആ ബാലന് അവർ തിരുവെങ്കാടർ എന്ന് പേരിട്ടു. സൗഭാഗ്യങ്ങളുടെ നടുവിൽ വളർന്ന ആ കുഞ്ഞിന് 5 വയസ്സ് തികഞ്ഞപ്പോൾ വിധി മറ്റൊരു വഴി തിരഞ്ഞെടുത്തു. പിതാവായ ശിവനയ്യർ തന്റെ ഭൗതിക ജീവിതം അവസാനിപ്പിച്ച് ശിവപാദം പോകി. അതോടെ ആ കൊച്ചു ബാലന്റെ തോളിൽ വലിയൊരു പാരമ്പര്യത്തിന്റെയും വരാനിരിക്കുന്ന ആത്മീയ നിയോഗത്തിന്റെയും ഉത്തരവാദിത്വങ്ങൾ വന്നു ചേർന്നു. വിദ്യയുടെയും കലകളുടെയും ലോകത്ത് അഗാധമായ പാണ്ഡിത്യം നേടിയ തിരുവെങ്കാടർ ഒപ്പം തന്നെ ഭക്തിയുടെ പരമകൂടിയിലും എത്തിയിരുന്നു. 16-ാം വയസ്സിൽ ശിവകലയുമായുള്ള വിവാഹം അദ്ദേഹത്തിന്റെ ജീവിതത്തിന് പുതിയൊരു അർത്ഥം നൽകി. അത് വെറുമൊരു ദാമ്പത്യമായിരുന്നില്ല, മറിച്ച് സേവനത്തിന്റെയും ഭക്തിയുടെയും സംഗമമായിരുന്നു. അതിഥികളെയും ശിവഭക്തരെയും ഊട്ടുന്നതിൽ ആ ദമ്പതികൾ അളവറ്റ ആനന്ദം കണ്ടെത്തി. ഭക്തിക്കൊപ്പം തന്നെ കഠിനാധ്വാനത്തിലും അദ്ദേഹം വിശ്വസിച്ചിരുന്നു. കരമാർഗവും കടൽ മാർഗവും അദ്ദേഹം നടത്തിയ വ്യാപാരങ്ങൾ വലിയ വിജയങ്ങൾ കൊയ്തു. പൂമ്പുകാറിലെ ഏറ്റവും വലിയ ധനികനായി അദ്ദേഹം വളർന്നു. എങ്കിലും കൊട്ടാര തുല്യമായ ആ വീട്ടിൽ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കാത്തത് ആ ദമ്പതികളെ സങ്കടത്തിലാഴ്ത്തി. ആ വലിയ ശൂന്യത അവർ ഭഗവാൻ മരുതവാണ പെരുമാളിന്റെ മുൻപിൽ സമർപ്പിച്ചു. ഭക്തരുടെ പ്രാർത്ഥന കേൾക്കുന്ന ഭഗവാൻ തന്റെ 2 പ്രിയ ഭക്തരെ ഒരേ സമയം അനുഗ്രഹിക്കാൻ നിശ്ചയിച്ച ആ നിമിഷം അതിമനോഹരമാണ്. ഒന്നാമത്തെ ഭക്തൻ തിരുവെങ്കാട്, സമ്പത്തുണ്ടെങ്കിലും സന്താന ഭാഗ്യമില്ലാത്ത ഭക്തർ. രണ്ടാമത്തെ ഭക്തൻ ശിവശർമ്മ, കൊടിയ ദാരിദ്ര്യത്തിലും ഭക്തരെ സേവിക്കുന്ന ദാനശീലനായ ബ്രാഹ്മണൻ. ഭഗവാന്റെ ലീലകൾ അത്ഭുതകരമാണ്. ശിവശർമ്മയുടെ പത്നിയായ സുശീലയുടെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട മഹാദേവൻ തിരുവിടൈ മരുതർ ക്ഷേത്രത്തിലെ പുണ്യമായ കൂവളമരത്തിന് ചുവട്ടിൽ ഒരു ശിശുവിനെ കാത്തുവച്ചിട്ടുണ്ടെന്ന് അരുളി ചെയ്തു. ആ ശിശുവിനെ തിരുവെങ്കാടർക്ക് നൽകുന്നതിലൂടെ ശിവശർമ്മയുടെ ദാരിദ്ര്യം മാറുമെന്നും തിരുവെങ്കാടർക്ക് ഒരു പുത്രനെ ലഭിക്കുമെന്നുള്ള ആ ദിവ്യ നിയോഗം പട്ടണത്താരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതത്തിന് തുടക്കമായി. ഭക്തിയുടെയും ത്യാഗത്തിന്റെയും ഈ സമാഗമം വരാനിരിക്കുന്ന വലിയൊരു ആത്മീയ വിപ്ലവത്തിന്റെ നാന്ദിയായിരുന്നു. ഒരു കൂവള മരച്ചുവട്ടിൽ നിന്ന് ലഭിച്ച ആ ശിശു പിന്നീട് തിരുവെങ്കാടരുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ജ്ഞാനിയായി മാറുകയായിരുന്നു. മരുതവാണ പെരുമാളിന്റെ പ്രസാദമായി ലഭിച്ച കുഞ്ഞിന് മരുതവാണൻ എന്ന് പേരിട്ട് തിരുവെങ്കാടർ സ്നേഹപൂർവ്വം വളർത്തിക്കൊണ്ടുവന്നു. മകൻ യുവാവായപ്പോൾ പട്ടണത്താർ അവനെ വലിയ അളവിൽ രത്നങ്ങളുമായി ദൂരദേശങ്ങളിലേക്ക് വ്യാപാരത്തിനായി അയച്ചു. ഓരോ ദിവസവും ഓരോ വാർത്തകളാണ് പട്ടണത്താർ കേട്ടത്. ഒരിക്കൽ ഒരാൾ വന്ന് പറഞ്ഞു, അങ്ങയുടെ മകൻ ഗംഭീരമായി വ്യാപാരം ചെയ്യുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ പട്ടണത്താർ വല്ലാതെ ആഹ്ലാദിച്ചു. മറ്റൊരാൾ വന്നപ്പോൾ, അങ്ങയുടെ പുത്രൻ കയ്യിലുള്ള രത്നങ്ങളെല്ലാം വഴിയിൽ കണ്ടവർക്കെല്ലാം ദാനം ചെയ്യുകയാണ്. ഇത് കേട്ടപ്പോൾ അദ്ദേഹം വല്ലാതെ ദുഃഖിതനായി. അക്കാലത്ത് വാർത്തകൾ അറിയാൻ കപ്പലുകൾ വരുന്നത് വരെ കാത്തിരിക്കണം. ഇങ്ങനെ വാർത്തകളുടെയും കിംവദന്തികളുടെയും ഇടയിൽ പട്ടണത്താരുടെ മനസ്സ് ഊഞ്ഞാലാടിക്കൊണ്ടിരുന്നു. കാരണം പലപ്പോഴും പല വാർത്തകളും കേട്ടു. ഒരിക്കൽ അദ്ദേഹം തന്റെ പുത്രൻ സഞ്ചരിച്ച കപ്പൽ വെള്ളത്തിൽ മുങ്ങിപ്പോയെന്ന് പോലും കേട്ടു. സമ്പത്ത് സമാധാനമല്ല, മറിച്ച് ഭയമാണ് നൽകുന്നതെന്ന് അദ്ദേഹം അന്നാണ് മനസ്സിലാക്കിയത്. തിരികെ വന്ന മകൻ വലിയ നിക്ഷേപങ്ങൾ കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന പിതാവിന്റെ മുന്നിലേക്ക് അവൻ നീട്ടിയത് വെറും ചാണക വരളികളായിരുന്നു. കോപിഷ്ഠനായ തിരുവെങ്കാടർ ആ ചാണക വരളികൾ വലിച്ചെറിഞ്ഞപ്പോൾ ഉടഞ്ഞ ചാണകവരളികളിൽ നിന്ന് പുറത്തു ചാടിയത് ലോകം കണ്ടിട്ടില്ലാത്തത്ര വിലപിടിപ്പുള്ള രത്നങ്ങളായിരുന്നു. എന്നാൽ അത്ഭുതം അവിടെ തീർന്നില്ല. മകൻ അപ്രത്യക്ഷനായി കഴിഞ്ഞിരുന്നു. മകൻ മാതാവിനെ ഏൽപ്പിച്ച ഒരു ചെറിയ പെട്ടി തുറന്നപ്പോൾ അതിൽ കണ്ടത് ഒരു ദ്വാരമില്ലാത്ത സൂചിയും ഒരു കരിമ്പനയോലയുമായിരുന്നു. അതിൽ ഇപ്രകാരം കുറിച്ചിരുന്നു: കാതറ്റ ഊസിയും വാരാത് കാണും കാണും കടൈവഴിക്ക്, കണ്ണില്ലാത്ത സൂചി പോലും നിന്റെ അന്ത്യയാത്രയിൽ കൂടെ വരില്ലെന്ന്.
ഈ വരികൾ തിരുവേങ്കാടരുടെ ഹൃദയത്തിൽ ഒരു മിന്നൽ പിണർ പോലെ ജ്ഞാനം പകർന്നു. താൻ ഇതുവരെ നേടിയ കോടാനുകോടി സമ്പത്തും പ്രതാപവും ഈ ദ്വാരമില്ലാത്ത സൂചികളോളം പോലും വിലയില്ലാത്തതാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. നിമിഷ നേരം കൊണ്ട് അദ്ദേഹം സർവസ്വവും ഉപേക്ഷിച്ചു. തന്റെ സമ്പത്തെല്ലാം പാവങ്ങൾക്കായി ദാനം ചെയ്യാൻ അദ്ദേഹം ഉത്തരവിട്ടു. കൊട്ടാര സദൃശമായ വീട് വെടിഞ്ഞ് വെറും കൗപീനധാരിയായി അദ്ദേഹം തെരുവിലിറങ്ങി. പത്നിയെ ആത്മീയമായ ഉപദേശങ്ങളാൽ ആശ്വസിപ്പിച്ചുകൊണ്ട് പഠനത്താർ എന്ന സന്യാസിയായി മാറി. ഒരു ധനികൻ ഭിക്ഷാടകനായി നടക്കുന്നത് അഭിമാനക്ഷതമായി കരുതിയ ബന്ധുക്കൾ അദ്ദേഹത്തെ വധിക്കാൻ പോലും ഗൂഢാലോചന നടത്തി. സ്വന്തം സഹോദരി തന്നെ വിഷം കലർത്തിയ അപ്പം അദ്ദേഹത്തിന് നൽകി. എന്നാൽ സർവവ്യാപിയായ സത്യത്തെ അറിഞ്ഞ ആ ജ്ഞാനിക്ക് അത് തിരിച്ചറിയാൻ പ്രയാസമുണ്ടായില്ല. തൻവിനെ തന്നെ സുടും, ഓട്ടപ്പം വീട് സുടും, സ്വന്തം കർമ്മം തന്നെ തന്നെ ദഹിപ്പിക്കും, ഈ അപ്പം വീടിനെയും ദഹിപ്പിക്കട്ടെ എന്ന് പാടിക്കൊണ്ട് അദ്ദേഹം ആ അപ്പം വീടിന്റെ മേൽക്കൂരയിലേക്ക് എറിഞ്ഞു. അത്ഭുതമെന്ന് പറയട്ടെ, നിമിഷങ്ങൾക്കുള്ളിൽ ആ വീട് അഗ്നിക്കിരയായി. തന്റെ തെറ്റ് മനസ്സിലാക്കി ബന്ധുക്കൾ പാദങ്ങളിൽ വീണ് മാപ്പിരുന്നപ്പോൾ കരുണാമയനായ പട്ടണത്താർ മറ്റൊരു ഗീതം ആലപിച്ച് ആ അഗ്നി ശമിപ്പിച്ചു. മാതൃസ്നേഹത്തിന് വഴങ്ങി തന്റെ അമ്മയുടെ അന്ത്യകാലം വരെ അദ്ദേഹം ആ നഗരത്തിൽ തന്നെ ഒരു കാവൽ വിളക്കായി തുടർന്നു. ഭൗതികമായ സമ്പത്ത് വെറും ചാരമാണെന്നും ആത്മീയമായ അറിവാണ് ശാശ്വതമെന്നും ഈ ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പട്ടണത്താരുടെ ജീവിതം തന്നെ ഒരു വലിയ പാഠപുസ്തകമാണ്. തിരുവിടമരുതൂരിലെ മരുതവാണ പെരുമാളുടെ മടങ്ങി തിരുവിടമരുതൂർ മമ്മൂണിക്കോവെ ആലപിച്ചുകൊണ്ട് പട്ടണത്താർ തന്റെ ജ്ഞാനയാത്ര ആരംഭിച്ചു. ചോളരാജ്യം മുതൽ തൊണ്ടൈനാടും തുളുവനാടും കടന്ന് ഉത്തരേന്ത്യ വരെ നീണ്ടു നിന്ന ആ യാത്രയിൽ അദ്ദേഹം ഓരോ ശ്വാസത്തിലും ശിവനാമം നിറച്ചു. പോകുന്ന വഴികളിലെല്ലാം ആതുര സേവനവും അത്ഭുതങ്ങളും അദ്ദേഹത്തെ പിന്തുടർന്നു. തിരുവാരൂരിൽ വെച്ച് ജീവൻ വെടിഞ്ഞ ഒരു ബാലനെ തന്റെ തപോബലം കൊണ്ട് പുനർജീവിപ്പിച്ചു. പരീക്ഷണങ്ങൾക്കിടയിലും അദ്ദേഹം തന്റെ വ്രതങ്ങളിൽ ഉറച്ചു നിന്നു. കൊങ്കുനാട്ടിൽ വെച്ച് ഒരു കള്ളനെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട് മർദ്ദനമേറ്റപ്പോൾ അത് പ്രാരബ്ധ കർമ്മമായി കരുതി അദ്ദേഹം സ്വീകരിച്ചു. അന്ന് മുതൽ ലഭിക്കുന്നത് കൊണ്ട് തൃപ്തിപ്പെടുമെന്നും ആരുടെയും വാതിൽക്കൽ ഭിക്ഷയ്ക്കായി കൈനീട്ടില്ലെന്നും കഠിന വ്രതം അദ്ദേഹം സ്വീകരിച്ചു. ഉജ്ജയിനിയിലെ വിനായക ക്ഷേത്രത്തിൽ ധ്യാനിച്ചിരുന്ന പട്ടണത്താരുടെ ജീവിതത്തിൽ വിധി മറ്റൊരു പരീക്ഷണം ഒരുക്കി. കൊട്ടാരം കൊള്ളയടിച്ച കള്ളന്മാർ എറിഞ്ഞ് മുത്തുമാല വന്നു വീണത് ഈ സന്യാസിയുടെ കഴുത്തിലായിരുന്നു. വിചാരണയില്ലാതെ രാജാവ് അദ്ദേഹത്തെ കഴിവേറ്റാൻ ഉത്തരവിട്ടു. മരണത്തിന് മുന്നിലും പതറാതെ അദ്ദേഹം ഇപ്രകാരം വളരെ ശാന്തമായി പാടിയത്രേ: എൻ ചെയ്യുകയാവത് ഒന്നുമില്ലേ, എന്റെ പ്രവൃത്തി ഇതൊന്നും അല്ല, എല്ലാം നിന്റെ ലീലകൾ മാത്രം. അദ്ദേഹത്തിന്റെ ഭക്തിയുടെ തീക്ഷ്ണതയാൽ ആ കഴുമരം അഗ്നിക്കിരയായി വെണ്ണീരായി മാറി, ചാരമായി മാറി. ഈ അത്ഭുതം കണ്ട രാജാവ് വിറങ്ങലിച്ചു പോയി. സത്യം തിരിച്ചറിഞ്ഞ രാജാവ് കിരീടവും ചെങ്കോലും ഉപേക്ഷിച്ച് പട്ടണത്താരുടെ പാദങ്ങളിൽ അഭയം തേടി. ആ രാജാവാണ് പിൽക്കാലത്ത് വിഖ്യാതനായ ഭദ്രഗിരി മഹർഷിയായി മാറിയത്. രാജ്യം വെടിഞ്ഞ് തിരുവിടമരുതൂരിലേക്ക് പോകാൻ പട്ടണത്താർ തന്റെ ശിഷ്യനായ ഭദ്രഗിരിയോട് ആജ്ഞാപിച്ചു. ഭൗതിക സുഖങ്ങൾ ത്യാഗം ചെയ്ത് ഗുരുവിനെ പിന്തുടർന്ന ഭദ്രഗിരിക്ക് ഒടുവിൽ തിരുവിടമരുതൂരിലെ പുണ്യഭൂമിയിൽ വെച്ച് പട്ടണത്താർ മോക്ഷം നൽകി. ഭക്തിയുടെയും ത്യാഗത്തിന്റെയും ഈ മഹാസംഗമം നമ്മെ പഠിപ്പിക്കുന്നത് ഒന്നേ ഉള്ളൂ: സത്യത്തിന് മുന്നിൽ രാജാവും ഭിക്ഷുവും ഒരുപോലെയാണ്. അഹങ്കാരം വെടിഞ്ഞ് ശരണാഗതി പ്രാപിക്കുന്നവന് മാത്രമേ ആ പരമ സത്യത്തെ പ്രാപിക്കാൻ കഴിയൂ. പട്ടണത്താർ തന്റെ ലൗകിക സമ്പത്ത് ഉപേക്ഷിച്ചപ്പോൾ ആ ദൗത്യം വിശ്വസ്തയോടെ പൂർത്തിയാക്കിയ വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന്റെ കണക്കെഴുത്തുകാരൻ സേന്തനാർ. ബന്ധുക്കളുടെ ചതിയാൽ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ട സേന്തനാരെ ഗുരുവിന്റെ പ്രാർത്ഥനയാൽ ഭഗവാൻ തന്നെ മോചിപ്പിച്ചു. ഗുരുവിന്റെയും ശിഷ്യന്റെയും ഈ ആത്മബന്ധം ഭക്തിയുടെ മറ്റൊരു ഉദാഹരണമായിരുന്നു. തുടർന്ന് പട്ടണത്താർ തന്റെ ജ്ഞാന നിർഭരമായ ഗീതങ്ങൾ കൊണ്ട് തമിഴ് മണ്ണിലെ ഓരോ ക്ഷേത്രത്തെയും ധന്യമാക്കി. ശീർകാഴിയിൽ തിരുക്കഴുമല മമ്മണിക്കോവൈ, ചിദംബരത്തിൽ നടരാജ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് നാൻമണിമാலை, കാഞ്ചീപുരത്ത് കച്ചിത്തിരുവന്താതി തിരുവേഗമ്പമാலை, തിരുവറ്റിയൂരിൽ ഭഗവാന്റെ അദൃശ്യമായ നിർദ്ദേശപ്രകാരം
ആത്മാനുഭൂതികളുടെ സാരമായ അരുകുലമ്പൽ. ജീവിതം ഒരു വാടക വീട് പോലെയാണ്. അവിടെ താമസിക്കുമ്പോൾ അത് നമ്മുടേതാണെന്ന് തോന്നാം. പക്ഷേ ഇറങ്ങി കൊടുക്കേണ്ട സമയം വരുമ്പോൾ ഒന്നും കൂടെ കൊണ്ടുപോവാൻ അനുവാദമില്ല. ആ ബോധത്തോടെ ജീവിക്കുന്നവനാണ് യഥാർത്ഥ ജ്ഞാനി. ഈ പുണ്യചരിതം ഇവിടെ പൂർണ്ണമാകുന്നു. ഭക്തിയുടെ ഈ സുഗന്ധം നിങ്ങളുടെ മനസ്സിൽ എന്നും പൂത്തുലയ്ക്കട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ.